السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وصحبه سيدنا محمد عدد خلقك ورضا نفسك وزنة عرشك ومدى كلماتك وما بعد. ആദരണീയരായ ഈ സ്റ്റേജിൽ ഉപവിഷ്ടരായ ബഹുമാനപ്പെട്ട ഉലമാക്കൾ, ഉമറാക്കൾ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഖാദിമുകൾ, SKSN പ്രവർത്തകർ, വളരെ കുറഞ്ഞ സമയമാണ്, ഒരു വിഷയ അവതരണത്തിൻ്റെ സമയമല്ല ഇത്. അതുകൊണ്ട് തന്നെ വളരെ ചുരുക്കി കുറച്ച് കാര്യങ്ങൾ മാത്രം പറയുകയാണ്. ബഹുമാനപ്പെട്ട ഷേഖുൽ ജാമിയ ആലിക്കുട്ടി ഉസ്താദിൻ്റെ പ്രത്യേകതകളും ആ മഹാന്റെ ജീവിത രീതികളും ചർച്ച ചെയ്യപ്പെടുന്ന വേദിയിലാണ് നാം നിലകൊള്ളുന്നത്. ആലിക്കുട്ടി ഉസ്താദ് യഥാർത്ഥത്തിൽ ഒരു വിസ്മയ പ്രതിഭയാണ്. 945 ജനിച്ച് 6 വയസ്സാകുമ്പോഴേക്ക് ഖുർആൻ പഠനം പൂർത്തിയാക്കി 7-ാം വയസ്സിൽ മതപഠന മേഖലയിൽ പ്രവേശിച്ച് അതിനിടയിൽ ആ 7-ാം വയസ്സിലെ കുറച്ചു ദിവസങ്ങൾ, 7 ദിവസങ്ങൾ മാത്രം ഔദ്യോഗികമായി സ്കൂൾ പഠനം പൂർത്തിയാക്കി. പിന്നീട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന വലിയ ഈ പണ്ഡിത സംഘടനയെ നയിക്കുകയും അതിൻ്റെ ആഗോള മുഖമായി മാറുകയും ചെയ്ത ഒരു വിസ്മയ പ്രതിഭയാണ് യഥാർത്ഥത്തിൽ ഷേഖുൽ ജാമിയ ആലിക്കുട്ടി ഉസ്താദ്. ദർസ ജീവിതത്തിൽ 13 വർഷം പൂർത്തിയാക്കിയാണ് ഷേഖുൽ ജാമിയ പട്ടിക്കാട് ജാമിയ നൂരിയിൽ ഒരു മുതഅല്ലിമായി ചേരുന്നത്. അവിടെ 6-ാം ക്ലാസ്സിൽ ചേർന്നതിന്റെ ഉദ്ദേശ്യം ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്. 7 ദിവസം മാത്രം സ്കൂളിൽ പഠിച്ച ആ മഹാൻ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ അധിക ഭാഗവും വശത്താക്കിയത് ആ ജാമിയ നൂരിയയിലെ പഠനകാലത്താണ്. പിന്നീട് പ്രാഗൽഭ്യം തെളിയിച്ച ഇംഗ്ലീഷ് ഭാഷയിൽ അതിന്റെ ABC പഠിച്ചതുപോലും ജാമിയ നൂരിയയിലെ പഠനകാലത്താണ് എന്ന് മഹാൻ തന്റെ കുറിപ്പിൽ പറയുന്നുണ്ട്. ആ ജാമിയ നൂരിയ അറബിക് കോളേജിലെ പഠനകാലത്ത് തന്നെയാണ് മഹാൻ ഈ കേരളീയ പ്രതലത്തിൽ നിന്ന് ഒരു ആഗോള മേഖലയിലേക്ക് പ്രവേശിച്ചത്. 964 ആലിക്കുട്ടി ഉസ്താദ് ജാമിയ നൂരിയയിൽ എത്തുന്നത്. 967 ഇസ്ലാമിക ലോകത്ത് വളരെ സങ്കീർണമായ ഒരു യുദ്ധം നടക്കുകയുണ്ടായി, അഥവാ ഇസ്രായേൽ അറബ് യുദ്ധം. ആ യുദ്ധത്തിന്റെ വാർത്തകൾ ബഹുമാനപ്പെട്ട ഷേഖുന ശംസുൽ ഉലമക്ക് അപ്പോൾ നൽകാൻ വേണ്ടി, യുദ്ധത്തിന്റെ ഗതിവിധികൾ ഷേഖുനക്ക് പകർന്നു നൽകാൻ വേണ്ടി ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ് അന്ന് നിലവിലുണ്ടായിരുന്ന റേഡിയോ പ്രക്ഷേപണങ്ങൾ, അറബ് ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലുള്ള റേഡിയോ പ്രക്ഷേപണങ്ങൾ പരിഭാഷപ്പെടുത്തിയിട്ട് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയെ കേൾപ്പിക്കാറുണ്ട് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. ഒരുപക്ഷെ ഒരുപാട് ഈ കേരളീയ പ്രതലത്തിൽ നിന്ന് ഒരു ആഗോള പ്രതലത്തിലേക്ക് തന്റെ ചിന്ത കടന്നു എന്നത് ആ സമയത്തായിരിക്കണം. ജാമിയ നൂരിയയിൽ വെച്ചുകൊണ്ട് ഷേഖുനയുടെയും അതുപോലെ കൂട്ടമല ഉസ്താദിന്റെ ഒക്കെ ലാളനയേറ്റ് ഒരുപാട് വിജ്ഞാനങ്ങൾ നേടിയെടുത്ത ഷേഖുന ആലിക്കുട്ടി ഉസ്താദ് പിന്നീട് ദർസ് രംഗത്തേക്ക് തിരിയുന്നു. വിവിധ കേന്ദ്രങ്ങൾ ദർസ് നടത്തുന്നു. വീണ്ടും ജാമിയയിലേക്ക് തന്നെ ഒരു മുദരിസായി ചേരുകയാണ്. ഷേഖുന ശംസുൽ ഉലമ പറഞ്ഞ ഒരു വാക്ക് പിന്നീട് അനർത്ഥമാക്കുകയാണ് ഷേഖുന ആലിക്കുട്ടി ഉസ്താദ് ചെയ്യുന്നത്. ആലിക്കുട്ടി ഉസ്താദിനോട് ശംസുൽ ഉലമ പറഞ്ഞത്രേ, സമസ്തയെ എല്ലാ സ്ഥലത്തും എത്തിക്കണം, ഏത് സ്ഥലത്തും സമസ്തയുടെ ശബ്ദം ഉയർത്തണമെന്ന് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ആലിക്കുട്ടി ഉസ്താദ് പറഞ്ഞു എന്നാണ്. അത് പ്രാവർത്തികമാക്കിയ ഷേഖുന ആലിക്കുട്ടി ഉസ്താദ് അറബി ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലും വളരെ പ്രാവീണ്യം നേടുകയും ആ ഒരു കഴിവ് കൊണ്ട്
വിവിധ മേഖലകളിൽ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും പ്രബന്ധ അവതരണങ്ങളിലൂടെ, പ്രസംഗങ്ങളിലൂടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെയും കേരളീയ മുസ്ലിം സമൂഹത്തെയും ലോകത്തിന് പരിചയപ്പെടുത്തുകയായിരുന്നു. റാബിത്തുൽ ആലം ഇസ്ലാമിയുടെ വിഷയം ഇവിടെ ബഹുമാനപ്പെട്ട ഒരു മന്ത്രി സിദ്ദീഖ് പറയുകയുണ്ടായി. അതൊരു പ്രവേശനമായിരുന്നു. യഥാർത്ഥത്തിൽ ആലിക്കുട്ടി ഉസ്താദ് അന്ന് ഒരു പുസ്തകം അന്വേഷിച്ചുകൊണ്ട് റാബിത്തയിൽ ചെന്നതാണ്. ആ റാബിത്തുൽ ആലം ഇസ്ലാമിയിൽ അന്ന് വലിയ പ്രമുഖ പണ്ഡിതന്മാർ ചേർന്നുകൊണ്ട് ഒരു വിഷയം ചർച്ച ചെയ്യുകയാണ്. ഇവിടെ പറഞ്ഞല്ലോ അത്. ആ ചർച്ചയിൽ ആലിക്കുട്ടി ഉസ്താദ് പങ്കെടുക്കാൻ വേണ്ടി സ്വയം അങ്ങോട്ട് ചോദിക്കുകയും അങ്ങനെ ആ പണ്ഡിതന്മാർ ആലിക്കുട്ടി ഉസ്താദിനെ ആ ചർച്ചയിൽ പങ്കെടുപ്പിക്കുകയും ചെയ്യുകയാണ്. ആ ചർച്ചയിൽ എല്ലാവർക്കും സുസമ്മതമായ അതിന്റെ ഹുക്മ് പറഞ്ഞു കൊടുത്തപ്പോൾ പിന്നീടുള്ള റാബിത്തയുടെ പ്രബന്ധ മേഖലകളിലും പ്രസംഗ രംഗങ്ങളിലും ആലിക്കുട്ടി ക്ഷണിക്കപ്പെടുകയാണ്. ഉസ്താദിന്റെ ആഗോള മുഖം നാം ദർശിക്കുന്നത് ആ ഒരു മേഖലയിലൂടെയാണ്. അതുപോലെ പിന്നീട് ആ റാബിത്തുൽ ആലം ഇസ്ലാമി എന്ന സംഘടന വേൾഡ് ഇസ്ലാമിക് സംഘടനയാണത്. ആലിക്കുട്ടി ഉസ്താദ് അവതരിപ്പിച്ച സ്ത്രീകളുടെ ഇദ്ദയെക്കുറിച്ചുള്ള പ്രബന്ധം അവർ പ്രസിദ്ധീകരിച്ചു എന്നാണ് ഉസ്താദ് തന്നെ പറഞ്ഞിരിക്കുന്നത്. അവിടെ മാത്രമല്ല, ആസ്ട്രേലിയ എന്ന രാജ്യത്ത് അവിടെ പള്ളി പണിയാനും മദ്രസ ഉണ്ടാക്കാനും അറബിക് കോളേജ് നിർമ്മിക്കാനും ആലിക്കുട്ടി ഉസ്താദ് പോയിട്ടുണ്ട്. അതുപോലെ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റി അക്കാലത്ത് പൊതുവെ നമ്മുടെ കേരളീയ സമാജത്തിൽ നിന്ന്, കേരളീയ സമൂഹത്തിൽ നിന്ന് പൊതുവെ ചെന്നെത്തിച്ചേരാത്ത ആ അസ്ഹർ യൂണിവേഴ്സിറ്റി അവിടെ 2008 പ്രബന്ധം അവതരിപ്പിച്ച് സംസാരിച്ചത് ആലിക്കുട്ടി ഉസ്താദാണ്. 2011 കേണൽ മുഅമ്മർ ഗദ്ദാഫി അദ്ദേഹം വിളിച്ചുകൂട്ടിയ അന്താരാഷ്ട്ര സൂഫി സമ്മേളനത്തിൽ പ്രബന്ധം അവതരിപ്പിച്ചു. 2012 മൊറോക്കോയിൽ ഒരു തസവ്വുഫ് സമ്മേളനത്തിൽ പ്രബന്ധം അവതരിപ്പിച്ചു. ഇങ്ങനെ ആഫ്രിക്കൻ രാഷ്ട്രങ്ങളായ സെനഗൽ പോലെയുള്ള രാഷ്ട്രങ്ങളൊക്കെയും ഇസ്ലാമിക വിധികൾ പറഞ്ഞുകൊണ്ട് പ്രബന്ധം അവതരിപ്പിക്കാനും പ്രസംഗങ്ങൾ നടത്താനും ആലിക്കുട്ടി ഉസ്താദിന് കഴിഞ്ഞു. ഇതിന്റെയൊക്കെ ഒരു അടിസ്ഥാനം നോക്കുകയാണെങ്കിൽ ഷേഖുന അന്ന് ആലിക്കുട്ടി ഉസ്താദിനോട് ഈ സമാജത്തെ, ഈ സംഘടന, ഈ സമസ്തയെ കേരളത്തിന് പുറത്തും പ്രചരിപ്പിക്കാൻ വേണ്ടിയും ഈ സമസ്തയുടെ സന്ദേശം എവിടെയും എത്തിക്കാൻ വേണ്ടി ആലിക്കുട്ടി ഉസ്താദിനോട് പറയുകയുണ്ടായി. ആ ഒരു ഉപദേശം ശിരസ വഹിച്ചുകൊണ്ട് ആലിക്കുട്ടി ഉസ്താദിന് ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ വിവിധ അറബ് പ്രമുഖന്മാരുമായിട്ടും രാഷ്ട്രത്തലവന്മാരുമായിട്ടും സംബന്ധിക്കാനും അവിടെയൊക്കെ കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ അസ്തിത്വവും അവരുടെ അഭിമാനവും അവരുടെ വ്യക്തിത്വവും പ്രചരിപ്പിക്കാൻ ആലിക്കുട്ടി ഉസ്താദിന് കഴിഞ്ഞു എന്നുള്ളതാണ്. സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല അധികം, കാരണം ഇനിയും വിഷയം അവതരിപ്പിക്കുന്നുണ്ട്. വളരെ കുറഞ്ഞ മിനിറ്റാണ് നിങ്ങൾ നൽകിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദിന്റെ ദർജ വർദ്ധിപ്പിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നമുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാന്റെ പാദം പിന്തുടരാനും സമസ്ത ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തിൽ അടിയുറച്ചു നിൽക്കാനും തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.